നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒരു നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഈ ശബരിമല സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ദുരൂഹത നിലനിന്നത് പൗരാണിക മൂല്യമുള്ള പുരാവസ്തുക്കളായ ഈ പറഞ്ഞ കട്ടിളപ്പടിയും വാതിൽപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന ആ ലോഹ വസ്തുക്കളും ഒക്കെ കടൽ കടത്തിയോ എന്ന ചോദ്യമാണ് ഉയർന്നിരുന്നത്. ഇപ്പോഴിതാ അതിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് വിശദ പരിശോധനയ്ക്ക് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി SIT സാമ്പിളുകൾ നൽകിയത് VSSയിലെ ലബോറട്ടറിയിലേക്കായിരുന്നു. അവിടെ നിന്ന് മുദ്രവച്ച കവറിൽ, സീല് ചെയ്ത കവറിലാണ് പരിശോധനാ ഫലം കോടതിയിലെത്തിയത്. കൊല്ലത്തെ വിജിലൻസ് കോടതി അത് പരിശോധിക്കുകയും പിന്നീടത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് കൈമാറുകയും ചെയ്തു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അത് പരിശോധിച്ച ശേഷം വിവരങ്ങൾ പുറത്തുവിട്ടില്ല. പകരം അന്വേഷണ ഉദ്യോഗസ്ഥരോട്, SITയിലെ ആ ഉദ്യോഗസ്ഥരോട് VSSC ശാസ്ത്രജ്ഞരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. അപ്പോൾ പോലും എല്ലാവരും സംശയിച്ചു, ഇതിനകത്ത് എന്തോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു ഭയം അല്ലെങ്കിൽ അങ്ങനൊരു ആശങ്ക ഭക്തരടക്കമുള്ളവർക്ക് ഉണ്ടായിരുന്നു. കാരണം ആൻറ്റിക് വാല്യൂള്ള, പുരാവസ്തു മൂല്യമുള്ള, ഈ പൗരാണിക മൂല്യമുള്ള ഈ വസ്തുക്കൾ നഷ്ടപ്പെട്ടോ, ഇവിടെ നിന്ന് കടൽ കടത്തിയോ എന്ന ചോദ്യമാണ് എല്ലാവരുടെയും ഉള്ളിൽ ഉയർന്നിരുന്നത്. ഇപ്പോഴിതാ അതിന് വ്യക്തമായ ഉത്തരം കിട്ടിയിരിക്കുന്നു. SIT തന്നെ ആ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അതായത് VSSയിലെ ശാസ്ത്രജ്ഞന്മാർ നൽകിയ മൊഴി അനുസരിച്ച് ഈ അവിടെ ഉപയോഗിച്ചിരുന്ന, അതായത് പിത്തളപ്പാളികളിലാണ് സ്വർണം പൊതിഞ്ഞിരുന്നത്. വിജയ് മല്യ 1998-99 കാലത്ത് ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൊതിയുന്ന ആ ഒരു നേർച്ച നടത്തി. അന്ന് സ്വർണം പൊതിയുമ്പോൾ സ്വർണം പാളികളാക്കി, തങ്കപ്പാളികളാക്കി, കടലാസ് പോലെയാക്കിയിട്ട് അത് ഈ അവിടെ ഉണ്ടായിരുന്ന വാതിൽ പാളികൾ, അതുപോലെ കട്ടിളപ്പടി, അതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങൾ, അങ്ങനെയുള്ള ആ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയടക്കം എല്ലാം അത് പിത്തള കൊണ്ടും മറ്റുമൊക്കെ നിർമ്മിച്ചിരുന്നതാണ്. അതിലേക്ക് ഈ തങ്കപ്പാളികൾ, കടലാസ് പോലെ ആക്കി കനം കുറച്ചെടുത്ത തങ്കപ്പാളികൾ ഒട്ടിച്ചു ചേർക്കുകയായിരുന്നു. ഇതാണ് 98-99 കാലത്ത് വിജയ് മല്യയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നത്. അതിൽ നിന്ന് ഈ സ്വർണം കവർന്നു എന്നുള്ളതാണ് SIT ഉന്നയിക്കുന്ന ആരോപണം, അല്ലെങ്കിൽ SIT ചൂണ്ടിക്കാട്ടുന്നത് അതാണ്. അന്വേഷണം നടന്നതും അതിനെ സംബന്ധിച്ചാണ്. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് സ്വമേധയാ കേസെടുത്ത് ഈ വിഷയം അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത്. അവർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ VSSC ശാസ്ത്രജ്ഞരുടെ മൊഴി കൂടി പുറത്തു വരുമ്പോൾ പൗരാണിക മൂല്യമുള്ള പുരാവസ്തുക്കളായ ഈ പറഞ്ഞ കട്ടിളപ്പടികൾ, വാതിൽപ്പാളികൾ, അതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന ലോഹ വസ്തുക്കൾ, ഇതൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന നിഗമനത്തിലാണ് SIT. ഇതിന് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ ചില രാസവസ്തുക്കൾ ഉപയോഗിക്കുകയും മെർക്കുറി പോലെയുള്ള ചില വസ്തുക്കൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിത്തളപ്പാളികളിൽ, അതുപോലെ തന്നെ മറ്റ് ലോഹ വസ്തുക്കളിൽ ഒക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്വർണം സമ്പൂർണ്ണമായിട്ടും ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം തങ്കപ്പാളികളല്ല, ആ ഒട്ടിച്ചിരുന്ന തങ്കപ്പാളികളല്ല കണ്ടെത്താൻ കഴിഞ്ഞത്. മറിച്ച് അത് മാറ്റിയിട്ട് അവിടെ സ്വർണം പൂശുകയായിരുന്നു, സ്വർണം പ്ലേറ്റ് ചെയ്യുകയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ VSSC ശാസ്ത്രജ്ഞരും നൽകുന്നത്. ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് നിർണ്ണയിക്കാൻ കഴിഞ്ഞത് ഇതാണ് എന്ന് പറയുന്നു. അത് സംബന്ധിച്ച് അവർ കൃത്യമായ മൊഴി SITക്ക് നൽകിയിട്ടുണ്ട്. ആ മൊഴി ഇനി കോടതിയിലാണ് കൂടുതൽ വിശകലനം ചെയ്യപ്പെടുക. അതായത് ഇവിടെ നിന്ന് ഈ സ്വർണം കവരണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ 2018-19 കാലത്ത് തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞതുപോലെ വാതിൽ പാളികൾ, കട്ടിളപ്പടി, ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന ലോഹവസ്തുക്കൾ ഇതൊക്കെ അഴിച്ച് കൊണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി.
അവിടെ എത്തുമ്പോൾ ഈ സ്വർണം ഇതിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിന് ഇപ്പോഴും സ്ഥിരീകരണമില്ല. കാരണം 39 ദിവസം കഴിഞ്ഞാണ് ഈ പറഞ്ഞ വസ്തുക്കൾ, ഈ വാതിൽപ്പാളികൾ, കട്ടിളപ്പടി തുടങ്ങിയ എല്ലാം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത്. ഇതിനിടയ്ക്ക് ഇത് കർണാടകയിൽ സഞ്ചരിച്ചു, ഇത് ആന്ധ്രയിൽ സഞ്ചരിച്ചു, പിന്നീടാണ് അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത്. അങ്ങനെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അവിടെ വെച്ച് ഈ ഒട്ടിച്ചിരുന്ന തങ്കപ്പാളികൾ, ഇതിനെ പൊതിഞ്ഞിരുന്ന തങ്കപ്പാളികൾ നീക്കം ചെയ്യുകയും പകരം അവിടെ സ്വർണം പൂശുകയും, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് പോലെ സ്വർണം പ്ലേറ്റ് ചെയ്ത് പൂശി എടുക്കുകയുമായിരുന്നു. ഇതിന് 40 വർഷത്തെ ഗ്യാരണ്ടിയാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരുന്നത്. പക്ഷേ 4 വർഷം പോലും ഇത് നിലനിന്നില്ല. ഈ സ്വർണം പൂശിയതിന് മങ്ങലേൽക്കുകയും അതിൽ അറ്റകുറ്റപ്പണി വേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് 2023-ലും 2024-ലും ഒക്കെ ഇത് അഴിച്ചു കൊണ്ടുപോകാൻ പരിപാടിയിട്ടത്. പക്ഷേ 25-ലാണ് അത് നടന്നത്. 25-ൽ ഇത് അഴിച്ചു പോയപ്പോഴാണ് ഈ വിഷയം അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. ഹൈക്കോടതിയുടെ അനുമതി കൂടാതെ ഇങ്ങനെയൊരു പ്രവൃത്തി നടന്നിരിക്കുന്നു, വളരെ ഗോപ്യമായി രഹസ്യമായി നടന്നിരിക്കുന്നു, ഇതിൻ്റെ പുറകിൽ ദുരൂഹതയുണ്ട് എന്ന റിപ്പോർട്ട് നൽകുന്നത്. ആ റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണറെ സഹായിച്ചത് ദേവസ്വം വിജിലൻസ് ആണ്. കാരണം ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം വിജിലൻസിനെ അന്വേഷണത്തിന് നിയോഗിച്ചു. ദേവസ്വം വിജിലൻസ് ആണ് അവിടെ നടന്ന കൊള്ളയുടെ ആഴവും പരപ്പും വ്യാപ്തിയും ഒക്കെ കണ്ടെത്തി കൃത്യമായി റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും അന്വേഷണത്തിന് SITയെ നിയോഗിക്കുകയും ചെയ്തത്. ഇപ്പോഴിതാ ഈ VSSCയുടെ റിപ്പോർട്ട് കൂടെ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നു. ഇവിടെ സ്വർണം കവർച്ച ചെയ്യാനുള്ള പരിശ്രമമാണ് നടന്നത്. മറ്റെന്തെങ്കിലും ഗൂഢ ഉദ്ദേശം പ്രതികൾക്കുണ്ടായിരുന്നോ എന്നറിയണമെങ്കിൽ SITക്ക് മാത്രമേ അന്വേഷിച്ചറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവിടെ പൗരാണിക മൂല്യമുള്ള പുരാവസ്തുക്കളായ ഈ പറഞ്ഞ പിത്തള അടക്കമുള്ള ലോഹങ്ങൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അതിന് ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അത് ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ച് സ്വർണം നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതായിരിക്കും എന്നാണ് VSSC നൽകുന്ന റിപ്പോർട്ട്. VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി അത്തരത്തിലുള്ളതാണ്. ഇതേക്കുറിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് SIT. ലഭ്യമായ മൊഴികളും റിപ്പോർട്ടുകളും SIT ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ സ്വമേധയാ കേസെടുത്ത് നിർദ്ദേശിച്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് സമർപ്പിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒറിജിനൽ ചെമ്പ് പാളികളും പിത്തളപ്പാളികളും തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം. പൂർണ്ണമായ റിപ്പോർട്ട് കാണാതെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തത വരുത്താൻ കഴിയില്ല. എന്തായാലും VSSC ശാസ്ത്രജ്ഞർ കൊടുത്ത മൊഴി അനുസരിച്ച് സ്വർണമാണ് അവിടെ കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പൗരാണിക മൂല്യമുള്ള വസ്തുക്കൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന അനുമാനത്തിലാണ് SIT ഇപ്പോൾ നിൽക്കുന്നത്.